ഇനി നമ്മൾ നല്ലൊരു എവർഗ്രീൻ പാട്ട് കേൾക്കാൻ പോവാ. എനിക്ക് ഉറപ്പുണ്ട് MJ അങ്കിളിനും മധു അങ്കിളിനും മാരി ചേച്ചിക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ? അതെ അതെ, അത് തന്നെയാണ് വരാൻ പോകുന്നത്. അതെ. അങ്ങനെ ഒരു സൂപ്പർ സോങ്ങുമായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളുമാണ് വരാൻ പോകുന്നത്. ജഗത് കുട്ടനാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ജഗത് സർ, ഹലോ. സുഖാണോ? സുഖം. ഞാനിപ്പോ അറിയാതെ ജഗത്തിന്റെ ഷൂസ് ശ്രദ്ധിച്ചു പോകും. ഒരേ കളറാണോ, മാച്ചിങ് ആണോ? ആണല്ലേ? ഓ ഓ, ഇത് സെയിം ആണല്ലോ. അപ്പൊ എത്ര ഷൂ ഉണ്ട്? 2. ഓ, 2 ഷൂയിലും മാച്ചിങ് ആയിട്ട് ഡ്രസ്സാണ് ഇടാറുള്ളത്. എങ്ങനെയല്ലോ മാച്ചായി പോകും. ഞാൻ വിചാരിച്ചു പെയിന്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓരോ ദിവസവും അടിക്കാനായിട്ട്. ജഗ്ഗു എപ്പോഴും എവർ വൈബ്രന്റ് ആണ്. കിലാടിയാണ്, കിലാടി. കിലാടിയോങ്ക കിലാടി. അമ്മീനോട് പറഞ്ഞ കിലാടിയോങ്ക 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 രണ്ടെണ്ണേ ഉള്ളൂ. കിലാടിയോങ്ക കിലാടി. കിലാടിയോങ്ക കിലാടി, കിലാടിയോങ്ക കിലാടി, കിലാടിയോങ്ക കിലാടി, കിലാടിയോങ്ക 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 അങ്ങനെ പോണം. കിലാടിയോങ്ക 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 വട്ടാണല്ലേ? കിലാടിയോങ്ക കിലാടിയോങ്ക ജഗത്കുട്ട നമുക്ക് പാടണ്ടേ? നമുക്ക് പാടണ്ടേ? എത്ര മാക്സിമം പറ്റും നോക്കാം. ഓക്കെ, ശ്വാസം വിടാൻ പറ്റുന്നവരെ എത്ര എടുക്കാൻ പറ്റുന്നതാണ്. അയ്യോ, അങ്ങനെയാ? സ്റ്റോപ്പ് എന്ന് പറയുന്നവരെ പാടിക്കൊണ്ടിരിക്കണം. ഓക്കെ, അയ്യോ. കിലാടിയോങ്ക 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 എടുത്തു ഞാൻ. പോയി ഇവിടെ വാ. അയ്യോ, ഇത് പോയി. എടാ വിളിക്കണം, നിനക്ക് ജഡ്ജ് വേണ്ടേ? വാ വാ വാവേന്നോ? വാ വാ കുഴഞ്ഞു വീഴട്ടേന്നോ? കുട്ടൻചേട്ടനെ വാവാന്നൊക്കെ വിളിച്ചു തുടങ്ങി. വാവാന്ന് വിളിക്കുന്നു ജഗത്കുട്ടൻ. വാവാന്ന്. സാധ എന്താ വിചാരിച്ച ഞാൻ കുഴഞ്ഞു വീണിട്ട് എടുത്തോണ്ട് പോവാന്നോ? നിർത്തുന്ന ഞാൻ വരുന്നവരെ നിർത്തുന്നു പറഞ്ഞില്ലേ? ഞാൻ വിശ്വസിക്കൂല ഇനി തൊട്ട് അച്ഛനെ, കേട്ടോ? അവളവിടെ വീണേനെ. എന്റെ അവസാനത്തെ കില്ലാടിയോങ്ക ഞാൻ കണ്ടതാ ഡോറ് കടന്നു പോകുന്നതാ. അത് ഞാൻ എന്താ വാവാന്ന് വിളിച്ചല്ലേ? അതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. അതെ അതെ അതെ, കൊച്ചിന് തോന്നിക്കാണും അത്രേ പക്വതയുള്ളൂ എന്ന്. മനസ്സുകൊണ്ട് ഭാവയാന്ന്. അതെ, പാവം കൊച്ചെ. ജഗ്ഗു, എന്തോ ഒരു അനുരാഗ പാട്ടുമായിട്ടല്ലോ വന്നിരിക്കുന്നത്. അതെ. അനുരാഗിണി ആണോ? അല്ല, പിന്നെ അനുരാഗ പാട്ടൊക്കെയാണ്. അനുരാഗ ഗാനം പോലെ. അനുരാഗാനം പോലെ. ആഹാ, അതെ. അഴകിന്റെ അല പോലെ. ഭയങ്കര രസമാണ് അത്. ഉഗ്രം പാട്ടാ. അതെ അതെ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒഴുകി വരും. ജേട്ടനായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഇങ്ങനെ ഓർക്കാണ്. ശരിക്കും അതെ. അത്ര ഒരു വലിയൊരു പാട്ടുകാരനായിരുന്നു അദ്ദേഹം അല്ലേ? അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആക്കാടെ. ഓക്കെ, ഇന്നിപ്പോ ട്രിബ്യൂട്ട് നമ്മൾ വെറുതെ അല്ല, വേണമെങ്കിൽ ഇങ്ങനെ ഇമാജിൻ ചെയ്തു. അതായത് ജേട്ടൻ നിന്റെ മുമ്പിൽ ഇവിടെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് റോയില് ഫസ്റ്റ് സീറ്റില് ജേട്ടൻ ഇവിടെ ഉണ്ടെന്ന് വെച്ചോ. എന്നിട്ട് ജേട്ടനോട് പാടണം പാട്ട്. സുഖമായിട്ട് അദ്ദേഹത്തിനെ പാടി കേൾപ്പിച്ചോ. അദ്ദേഹം കേൾക്കും. പാടിക്കോ. മധുമാസം വിരിച്ച മലരാണോ
പൂജയ്ക്കു വന്നൊരു പൂവാണോ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കനിപോലും ഈശ്വരൻ അഴകിന്റെ പാലാഴി കടഞ്ഞു കടഞ്ഞെടുത്ത അമൃതാണോ അനുരാഗഗാനം പോലെ അഴകിന്റെ അല പോലെ ആരു നീ ദേവതേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇങ്ങനെ ഉണ്ടായിരുന്നടാ പാടിയിട്ട്? എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ഇഷ്ടായി, ഇഷ്ടായി. സ്വന്തമായിട്ട് പാട്ട് പാടിയിട്ട് ഇഷ്ടായി. സ്വന്തമായി പ്രാപ്തനാകും. എന്തിന്? എന്താ എനിക്ക് ഇഷ്ടായി. അതിനെന്തിനാ പ്രാപ്തനാ? പ്രാപ്തനാവാ എന്തുള്ള അതൊരർത്ഥം അറിയാണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? പുതിയതായി പഠിച്ച വാക്കാണോ? അല്ല, മുന്നേ അറിയാം. മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ. അതിന് യോഗ്യനായെന്നാണ് അർത്ഥം, പ്രാപ്തനായെന്ന് വെച്ചാൽ. അതെ. അപ്പൊ കേൾക്കാൻ യോഗ്യനായി ഇപ്പൊ. അതെ. പ്രാർത്ഥന എടുക്കാ, വേഗം പറഞ്ഞോ. നീ ജഗത്തല്ലടാ, നീ പ്രാപ്തനാണ്. പേരങ്ങനെയാക്കിയാലോ ഇനി? വേണ്ട വേണ്ട. ജഗു, എന്തോ ജഗുവിന്റെ പേരെന്താ? ജഗത് അല്ല, പ്രാപ്തൻ. അല്ല, പാർത്ഥൻ എന്നൊക്കെ പറയണ പോലെ പ്രാപ്തൻ. പ്രതാപൻ. പ്രതാപനോ? പ്രതാപനോ? നീ തന്നെ ഓരോന്ന് പറഞ്ഞു തരല്ലേ, പിന്നെ അതൊക്കെ പേരാവും. പക്ഷെ ഭയങ്കര പ്രതാപമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ്. ബാബുക്കയുടെ പാട്ടാണ്, ജേട്ടന്റെ പാട്ടാണ്. യെസ്. പക്ഷെ എനിക്കൊരു സംശയം. ഞാൻ പറഞ്ഞു ജേട്ടനോട് പാടണം എന്ന് പറഞ്ഞു, ജേട്ടൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നീ നമ്മളെ നോക്കിയാണല്ലോ പാടിയത്. അല്ല, ജേട്ടനെ നോക്കിയില്ല. നോക്കി. നിന്റെ മനസ്സിൽ എവിടെയായിരുന്നു ജയേട്ടൻ? അവിടെ. നീ ഈ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കരുത്. ആ ചേട്ടനല്ല, നീ ഈ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കരുത്. ഞാൻ വിചാരിച്ചു അങ്ങോട്ട് തന്നെ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ഫോക്കസ്, ഒരൊറ്റ ഒരാളിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പാടാൻ പറ്റുമെന്നുള്ളതാണ്. ചിലപ്പം നമ്മുടെ ഓഡിയൻസിനിടയിൽ കുറെ അധികം ആൾക്കാരുണ്ടല്ലോ, അതിൽ ചിലപ്പോൾ ഒരാളോടായിരിക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട്. അങ്ങനെ തോന്നാറില്ലേ? നല്ല ആസ്വദിക്കുന്ന ഒരാള്. അതെ. ആ ഒരാളിനോട് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണ് അവരിലേക്ക് പെട്ടു. അതെ അതെ അതെ, അങ്ങനെയുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടാവുക ആയിരിക്കും മധുവിനൊക്കെ ആയിരിക്കും. അത്തരത്തിൽ ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അതുപോലെ നീ ജേട്ടനിൽ നിന്ന് കണ്ണെടുക്കാതെ പാടിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പൊ അത് വേണം. അപ്പോൾ സിംഗിൾ ഫോക്കസിലും നമുക്ക് പാടാൻ പറ്റണം, മൾട്ടിപ്പിൾ ഫോക്കസിലും പാടാൻ പറ്റണം. അതാണ് ഒരു പെർഫോമർ അങ്ങനെയാവുന്നത്. അത് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ജേട്ടന് ഇത് കേട്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ആ അല പോലെ കറക്റ്റ് ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഇതിന്റെ സംഗതികളൊക്കെ വളരെ കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ട് പാടാം. മലരാണോ ഇപ്പൊ മലരാണോ എന്നൊക്കെ ഉള്ള സംഗതി അങ്ങനെയല്ല. മലരാണോ അങ്ങനെ ജസ്റ്റ് ഒരു ബ്രഷിന്റെ ഒരൊറ്റ ഒരു ഇതുകൊണ്ട് നമ്മളൊരു ചിത്രം വരയ്ക്കണ പോലെ ആണ്. അങ്ങനെ പഠിക്കേ. മധുമാസം വിരിച്ച മലരാണോ. അത് ആ സംഗതി ആണെങ്കിലും ആ സംഗതി അല്ലാത്ത പോലെ സംഗതി ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ പാടുന്നതാണ്. അതുപോലെ മഴവില്ലിൻ നാട്ടില് വില്ലിൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കുന്നില്ലേ, അത് വേണ്ട. മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന. ഞാൻ ചിലപ്പോ ഇതില്ലേ ആ പാട്ട് ഇതാണ് മധു എനിക്ക് പാടിയത്, തമിഴിലുള്ള ഒരു പാട്ട്, അന്തനാളിൽ അന്തിനേരം. അങ്കിള് മധുവിനെ ഒരു പാട്ട് പഠിപ്പിച്ചു, അന്തനാളിൽ അന്തിനേരം. അപ്പൊ ആ പാട്ട് പാടിയപ്പോ ഞാൻ മധുവിനോട് പറഞ്ഞു, എന്റെ കയ്യിലൊരു വടിയുണ്ട്, എവിടെയെങ്കിലും ശബ്ദം കൂട്ടിയ അപ്പൊ ഞാൻ അവിടെ വന്ന് തല്ലും. അപ്പൊ ആ പാട്ട് ശ്രദ്ധിച്ചറിയാം, മധു എവിടെയും ശബ്ദം തുറന്നിട്ടില്ല. അതാണ് മധുവിന്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പല ജനുസിലുള്ള പാട്ട് പാടാനുള്ള കഴിവെന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഒരൊറ്റ ശബ്ദം ഉയരാൻ പാടില്ല, എവിടെ ഉയരാൻ പാടില്ല, ഈ ഒരു വോളത്തിന് ഇടയിലായിരിക്കണം. അപ്പൊ മഴവില്ലിൻ നാട്ടില് മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന ഇപ്പോഴും സംഗതി അവിടെ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതകമാണിക്ക മണിയാണോ. മണിയാണോ മണിയാണോ
അനുരാഗാനം പോലെ ഇപ്പൊ തരരാ താരി അങ്ങനല്ല. അതാണ് ഞാൻ പറഞ്ഞ ഭയങ്കര point മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിൽ പ്രേമം നിറച്ചു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് അതിൽ. ആരു നീ ദേവതേ അത് വേണം. കേട്ടോ. പക്ഷെ കടഞ്ഞെടുത്ത അമൃതാണോ എന്ന് പാടിയത് അമൃതായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് ആ ഫീൽ കിട്ടി. അപ്പൊ ഈ പാട്ടുകൾ, പ്രത്യേകിച്ചും ബാബുക്കയുടെ പാട്ടുകൾ ഇനിയും പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഇന്നലെ മയങ്ങുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ പാടുന്നു. ഒരു മണിക്കിനാവിൻ്റെ ഇതെല്ലാം പാടുന്നത് നമുക്കത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റൂല. ബാബുക്ക പാടുന്നത് അത്രയും ഇങ്ങനെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഗതികളിൽ പാടുന്നത്. അതാണ് അതിന്റെ ബ്യൂട്ടി. അത് നമ്മൾ കാണാം. ആ രീതിയിൽ നമ്മൾ പരിശ്രമിക്കണം. ജഗ്ഗക്കുട്ടൻ പരിശ്രമിക്കുന്നു. അങ്ങനെ വരണം കേട്ടോ. ഓക്കെ, ജഗത് കിഷോർ, എന്തോ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയല്ലോ. യെസ്, ഭൂരിഭാഗം കാര്യങ്ങൾ എംജകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അനുരാഗ ഗാനം പോലെ പല്ലവി ഈ പറഞ്ഞ കുറച്ച് ഒതുക്കി പാടി, കുറച്ച് ഡൈനാമിക്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയനെ. ഇപ്പൊ നന്നായിരുന്നു, പാടിയത് നന്നായിരുന്നു, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയനെ കേട്ടോ. പിന്നെ മലരാണോ, മലരാണോന്റെ അവസാനത്തെ സംഗതി നന്നായിരുന്നു. പക്ഷെ മലരാ മലരാണോ അതിങ്ങനെ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആ നേരത്തെ അനുപല്ലവിയില് അത് നന്നായിരുന്നു കേൾക്കാൻ. മലരാ അത് വരാൻ ഇത്തിരി ലേറ്റ് ആയ പോലെ ഒരു ഫീൽ വന്നു. പക്ഷെ ചരണത്തിൽ അത് നന്നായിട്ട് പാടി. പൂവാണോ എന്നുള്ളത് നന്നായിരുന്നു, അത് കറക്റ്റായിട്ട് വന്നു. പക്ഷെ നല്ല ഭംഗിയായിരുന്നു. ആ മലരാണോടെ ആണോ എന്ത് നല്ലതായിരുന്നു. അതാണ് പ്രശ്നമായത് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എം ജി ഞങ്ങൾ പറഞ്ഞ കടഞ്ഞെടുത്തൊരു അമൃതാണോ, സൂപ്പറായിരുന്നു, വളരെ മനോഹരമായി. ഒരു സ്ട്രെയിൻ തോന്നിക്കുന്നുണ്ട് ഹൈ പിച്ചൊക്കെ പാടുമ്പോൾ അതൊക്കെ ഒന്ന് എനിക്കൊരു ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ശരിയാവുമായിരിക്കും. ശബ്ദമൊക്കെ മാറുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുമായിരിക്കും. കുറച്ച് നാളുകളായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എങ്ങനെയെങ്കിലും അതൊന്ന് പ്രാക്ടീസ് ചെയ്തോ അതിനെന്തെങ്കിലും വേറെ എന്തെങ്കിലും വഴികൾ കണ്ടെത്തണം ആ ഒരു ഇത് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ. വോയിസ് അധികം തുറക്കണ്ട ഈ പാട്ടിന്. ഇതിങ്ങനെ പ്രേമം നിറച്ചിങ്ങനെ വച്ചേക്കണ പാട്ടാ. വോയിസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിന്റെ ഫീല് പോകും. അതുപോലെ തന്നെയാണ് നേരത്തെ എന്നെ പാടിപ്പിച്ചു എന്ന് പറഞ്ഞ പാട്ട് അന്തനാളിൽ അന്തിനേരം. അന്തനാളിൽ അന്തിനേരം ഉന്നൈ പാർത്തേൻ കണ്ണമ്മ എന്ന് പാടിയെങ്കിൽ അതിന്റെ ഫീല് പോയി. അന്തനാളിൽ അന്തിനേരം ഉന്നൈ പാർത്തേൻ കണ്ണമ്മ അന്ത പാർവൈ ഒன்று പോതും ഇങ്ങനെ പാടിയാൽ മതി ആ പാട്ട്. എന്ത് വ്യത്യാസമല്ലേ. അതിനാണ് വടിയെടുത്തത്. ഓക്കെ, അപ്പൊ ഇതാണ് മനസ്സിലായില്ലേ കാര്യം എന്താന്ന്? അതാണ്. ഓക്കെ ജഗത് കുട്ട, എന്തോ ഇതിനപ്പുറം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റില്ല. കാരണം ഓൾറെഡി എം ജെ സാറും മധു സാറും പറഞ്ഞു തന്നു കേട്ടോ. മിടുക്കനായിട്ട് പാടുക, എത്രയേ ഉള്ളൂ. ആ ഒരു ഇൻവോൾവ്മെന്റ് നല്ലതാണ്. ആ ഒരു എന്താ പറയാ, പല സംഗതികളും നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. ജഗത് കുട്ടൻ നല്ല ഇൻവോൾവ് ചെയ്തിട്ടാണ് അതിന്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക് കേൾക്കുമ്പോൾ. ആ ഒരു മൈന്യൂട്ട് സാധനം ഒരു സംഗതിയായിട്ട് പാടാതെ അത് കുറച്ചും കൂടെ ലിറിക്കലി ഇൻവോൾവ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ രസമായിരിക്കുന്നത്. സെയിം എം ജെ സാറ് പറഞ്ഞത് തന്നെയാണ്. ആ ഒരു ഫീല് കുറച്ചും കൂടെ ഡൈനാമിക്കലി, എന്താണ് ആരു നീ ദേവതയെന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നീ മലരാണോ, മരതക മാണിക്യ മണിയാണോ ഉള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ലിറിക്ക് വെച്ച് നോക്കുമ്പോൾ. നീ പൂജയ്ക്ക് വന്നൊരു പൂവാണോ, കടഞ്ഞെടുത്ത അമൃതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യം, ഓരോ ചോദ്യത്തിനും അത്ര ഇഷ്ടം അതിലിങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യങ്ങളാണത് ലിറിക്കലി നോക്കുമ്പോൾ. അപ്പം അത് അത്രയും ബ്യൂട്ടിഫുൾ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് വോളിയം കൂട്ടാതെ ഒരു ഹസ്കി ആയിട്ട്, എന്താ പറയാ, അത് അത്രയും സ്നേഹത്തോടെ വേണം അതിന്റെ വരികൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ. സെയിം ബാക്കി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ജഗത് കുട്ടന്റെ ഈ ഒരു ഏജില് ഇതിങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. മിടുക്കനായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായാലും പല്ലവിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് പല്ലവി പാടുക. ഫസ്റ്റ് പല്ലവി നല്ല ഭംഗിയില് ജഗത് കുട്ടൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിടുക്കൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗുടാ, എന്തോ മാർക്കിന് മുമ്പേ ഒരു പാട്ട് ബാബുക്കാരന്. മാധവ മാസത്തിൽ
ആദ്യം വിരിയുന്ന മാധവമാസത്തിൽ ആദ്യം വിരിയുന്ന മാതളപ്പൂമൊട്ടിൻ മണം പോലെ ഓർക്കാതിരുന്നപ്പോൾ ഒരുങ്ങാതിരുന്നപ്പോൾ ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഓമനെ നീ എൻ്റെ അരികിൽ വന്നു ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. അനുരാഗഗാനം പോലെ 96.75 ആണ് കേട്ടോ. It's going to be 96.75 on 100 for Jagat. Thank you. രാഗഗാനം നീ പ്രാപ്തനാണ് പ്രാപ്തൻ. പ്രാപ്തൻ ബൈ 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 ടാറ്റാ ടാറ്റാ ടാറ്റാ. Ta-da.